ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് തൈര് കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്, ഒരു പരീക്ഷണമായിരുന്നു നമ്മുടേത്. അപ്പോൾ വീട്ടിൽ തന്നെ പാല് മേടിച്ച് തൈരുണ്ടാക്കി അത് 2 ദിവസം ഈ മുളകൊക്കെ അതിൽ മുക്കി വെക്കാനുണ്ടായത്. എല്ലാ മുളകിനും ചെറിയൊരു ഊട്ട ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പടക്കോല് വെച്ചിട്ട്. എന്നിട്ട് ഈ തൈരിൽ മുക്കി വെച്ച് 2 ദിവസം, എന്നിട്ട് വാരിയെടുത്തിട്ട് ടെറസിൻ്റെ മുകളിൽ ഉണക്കാനിടാണ് ചെയ്തത്. എല്ലാ മുളകും സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്ന തരത്തിൽ ഇങ്ങനെ പരത്തിയാണ് ഇട്ടത്. കാരണം മുളക് നന്നായിട്ട് ഫ്ലഷി ആയിട്ടിരിക്കുന്നുണ്ടായി. 2 ദിവസം തൈര് കിടന്നതുകൊണ്ട് തന്നെ നല്ല ഫ്ലഷി ആയിട്ടിരിക്കുന്നുണ്ടായി. അത് തൈരിൽ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പരത്തിയിട്ടപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക്. എല്ലാ മുളകിലും നന്നായിട്ട് ഇങ്ങനെ തൈര് പിടിച്ചിരിക്കുകയാണ് കണ്ടോ. പച്ചമുളകും പഴുത്ത മുളകും ഉണ്ടായി. സെക്കൻഡ് ഡേ ആയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. കുറച്ചുകൂടി അതിൻ്റെ മുകളിലുള്ള തൈരൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്. പഴുത്ത മുളകാണെങ്കിൽ കുറച്ചൊന്ന് അലിഞ്ഞ പോലെ ആയിട്ടുണ്ട്. പച്ചമുളകാണെങ്കിൽ നല്ല ടെനൽ കിട്ടുന്നുണ്ട്. അത് നന്നായിട്ട് വരുന്നതാണ് തോന്നുന്നത്. കുറച്ചധികം ദിവസം ഉണക്കേണ്ടി വന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക്. പച്ചനിറമൊക്കെ വെള്ള നിറമായിട്ട് പോയിട്ടുണ്ട്. പഴുത്ത മുളക് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെയും ഉണക്കാനിട്ടു. രാത്രിയാകുമ്പോൾ എടുത്തുകൊണ്ട് വരും, രാവിലെ പിന്നെയും കൊണ്ടിടും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ലുക്ക്. നന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്, മുളകൊക്കെ ഒരു ഇത് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെയും കുറച്ച് ദിവസം നമ്മൾ ഉണക്കി. ലാസ്റ്റ് ഡേ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മളിങ്ങനെ മുളകെടുത്തിട്ട് ഒടിച്ചാൽ ഒടിയുന്ന തരത്തിലായി മാറിയിട്ടുണ്ട് കണ്ടോ, ഒടിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. നമ്മളപ്പോൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് ഡബ്ബയിലിട്ട് അടച്ചു വെച്ചു. ഓക്കെ, താങ്ക് യു. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.